മുണ്ട് വളഞ്ഞൊന്നും കിട്ടത്തില്ല. അവന് ഉപയോഗിക്കാൻ വേണം. റെക്കോർഡിങ്ങാണ് ശരിയാ. റാന്നി വഴി പോയാൽ സുഖം കിട്ടും. പുള്ളി പറഞ്ഞ റാന്നി വഴി പോകുന്നു. മക്കൾ ഞങ്ങൾ കല്ലും മുള്ളും സ്വാമിയേ അയ്യപ്പ അയ്യപ്പ സ്വാമിയേ. കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാ. കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാ. പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കൂടണം കാന്ത, പൂരമെനിക്കൊന്ന് കൂടണം കാന്ത. കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാ. മദ്ദളം എനിക്കൊന്ന് കാണണം കാന്ത, മദ്ദളം മേലൊന്ന് കൊട്ടണം കാന്ത. കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാ. ഒരു കെട്ട് പപ്പടം വാങ്ങണം കാന്ത, ഒരു കെട്ട് പപ്പടം വാങ്ങണം കാന്ത, അരക്കെട്ട് എനിക്കൊന്ന് കാച്ചണം കാന്ത. കാന്ത ഞാനും കാണാ തൃശൂർ പൂരം കാണാ. കൊടിമരം എനിക്കൊന്ന് കാണണം കാന്ത, കൊടിമരം തേലൊന്ന് കേറണം കാന്ത. കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ. നാളെ ഇങ്ങോട്ട് വണ്ടി വന്ന സമയത്ത് ഒരു ആന ഇവിടെ കയറി നിന്നു. അപ്പോൾ 2 പയ്യന്മാര് ബൈക്ക് വെട്ടിച്ച് പോയി. ഒരുത്തനാണെങ്കിൽ ലാസ്റ്റ് വന്നപ്പോ ആ സ്ഥലമായത് നല്ലൊരു ഇതാണ്. ഈ പ്രകൃതി രമണീയത എവിടെയെങ്കിലും കിട്ടുമോ? നിങ്ങൾ നോക്ക്. വള്ളികൾ മാത്രവും ഇവിടുത്തെ മണ്ണാണെങ്കിൽ എപ്പോഴും ജലമയം ഉള്ളതായിരിക്കും. ഏത് സമയം ഇവിടെ തണുപ്പാ, ഏത് സമയം തണുപ്പാ, ഏത് സമയം വെള്ളം ഉണ്ടാവും. അത് ഒരു പ്രത്യേകതരം നമ്മുടെ സഹ്യ സാധനങ്ങളിലുള്ള ഒരു പ്രത്യേകതരം കാടുകളൊന്നാണ്. ഇത്തരം സാധനങ്ങൾ ഈ എന്താ പറയുക, ആഫ്രിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ചതുപ്പ് പോലത്തെ കാട് കാണുന്നില്ലേ, ആ മോഡൽ. ഇത് അത്രയും ചതുപ്പില്ലെങ്കിൽ എപ്പോഴും ഇതാ ഇത് നല്ല ഏറ്റവും വെറ്റായിട്ട് ഏറ്റവും നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങി വന്നതിൽ ഒരു 100 അടി താഴ്ച വന്നു. ഇനി അതുപോലെ താഴോട്ട് പോകും. ഇതൊരു മിഡിലുള്ള ഒരു പ്രത്യേക പോർഷനാണ്. കല്ലോലും കല്ലരുവികളും ഒക്കെ എടുക്കണം. വീഡിയോ പോകുന്നു കേട്ടോ. വീഡിയോ എങ്ങനെ എടുക്കുന്നവരെ വീഡിയോ വരും. വളരെ വൃത്തിയായിട്ട് ആവാസമാരോടാണ് യാത്ര. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് പഞ്ചാരമണ്ണ് എന്ന് പറയും. ഇത് പ്ലാപ്പള്ളിയിൽ നിന്നും 18 കിലോമീറ്റർ, പ്ലാപ്പള്ളിയിൽ നിന്നും എരുമേലിക്ക് പോകുന്ന വഴി പ്രകൃതി ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന റെക്കോർഡിംഗ് അല്ലേ, ചുമ്മാ പിടിച്ചാ പോരെ. അല്ല, ഒന്ന് ആദ്യം എനിക്കിട്ട് പണിയാ. ഈ മേഖലയിലുള്ള ട്രൈബൽ ആൾക്കാർ നിൽക്കുന്നത്, ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തുന്നത് ആദിവാസികളാണ്. ഈ പ്രദേശത്തിന്റെ പേരെന്താ? പഞ്ചാരമണൽ എന്ന് പറയും. പഞ്ചാരമണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു പ്രത്യേക എക്കോസിസ്റ്റമാണ്. ഇവിടുത്തെ ജീവജാലങ്ങളും ഇവിടുത്തെ പ്രകൃതിയും എല്ലാം പ്രത്യേക തരത്തിലുള്ള സിസ്റ്റമാണ്. നമ്മുടെ ഈ സഹ്യാദ്രിയിലുള്ള വനപ്രദേശങ്ങളിൽ ഏറ്റവും പ്രത്യേകതയുള്ളൊരു വനപ്രദേശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇടതൂർന്ന വനപ്രദേശമാണെങ്കിലും ഇവിടുത്തെ വൃക്ഷങ്ങളെല്ലാം വളരെ ചെറിയ വൃക്ഷങ്ങൾ, എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും വള്ളികളും വള്ളികളും ഇറങ്ങി നിൽക്കുന്നു. ഏത് സമയവും
അല്ല ജലമുള്ള ജലാംശമുള്ള ഒരു പ്രത്യേക അവസ്ഥയാണിത്. ഈ സമയം ഫുൾ ടൈം എപ്പോഴും വെള്ളം. ഇനി അടുത്തായിട്ട് ട്രൈബൽസിനെ എല്ലാം പരിചയപ്പെടുത്തും. ഇങ്ങനെ വെള്ളം എടുത്തു. മസിലൊക്കെ ഒന്ന് പിടിക്കും. വയറല്ലേ സാറേ? നശിപ്പിച്ചു. നീ കുരിഞ്ഞു പോടാ. അത് ഞാൻ തൂങ്ങി നിൽക്കുന്ന സ്ഥലം. ആന നമ്മളെ ഒന്നും ചെയ്തില്ല, ആന തന്നെ ചെയ്തു. മരം പിഴുതു ഇപ്പൊ ഈ മരം വീഴുന്നു. ആന വന്നാൽ ഈ കയറ്റി പിടിക്കേ മേലോട്ട്. ടാർസന് വയസ്സായി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട പ്രമുഖ അഭിഭാഷകൻ വള്ളിയിൽ ആടിക്കളിക്കുന്നു, ആടി ഉലയുന്ന മനോവക്കീൽ, ആടി ഉലയുന്ന മനോവക്കീലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ വരാറുള്ളപ്പോ ഒരു തുള്ളൽ ഉണ്ടാവാറുണ്ട്. അതാണ് ഈ തുള്ളൽ. ഞാനും കാട്ടുമുപ്പനെ കൊണ്ടിട്ടുള്ള ചില അസുലഭ നിമിഷങ്ങൾ. എടുത്തോടെ, എല്ലാരും എടുത്തോടെ. അപൂർവ നിമിഷങ്ങളാണെന്നൊക്കെ. എന്റെ പൊന്നി, അപൂർവ നിമിഷങ്ങളാണ്. എടുത്തോടെ. ബാക്കി പറയാം. മുപ്പ് അടിക്കേണ്ടവരെല്ലാം വന്നേരെ. വണ്ടി വരുന്നു. ഇവിടെ കേറിയിട്ടുണ്ടല്ലോ സാർ. പാടാം, നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം, ഗാനം ഗാനം. എത്ര ആളാണ് എടുക്കുന്നത്? ആന വന്നാലും വണ്ടി ഈ നമ്മുടെ ഈ ഫോറസ്റ്റ് ഏരിയ ആയിട്ട് തന്നെ വലത്ത് കൈ തോർത്തും കാണണ്ടേ? അങ്ങനെ അല്ലെ, നിങ്ങളെ ഓരോരുത്തരുടെ പേര് ഞാൻ ചോദിക്കാൻ റെക്കോർഡ് ചെയ്യാം. എന്റെ പേര് സതീശൻ, വീട് പെരുന്നാട്. എന്ത് ചെയ്യുന്നു? ഞാൻ പിന്നെ ബിസിനസ് ജ്വല്ലറി. എന്റെ ജോജി മൊബൈൽ കട സർവീസിംഗ് ആണ്. അടുത്ത് വിളിക്കാൻ പെരുന്നാട് തന്നെ, പ്രോപ്പർ പെരുന്നാട്. ചേട്ടൻ്റെ പേര്? കൃഷ്ണദാസ്. എവിടെ? പെരുന്നാട്. അവിടെ എന്ത് ചെയ്യുന്നു? അക്ഷയ സെന്റർ. ചേട്ടൻ്റെ പേര്? പേരിപ്പോ ഞാൻ പറയുന്നില്ല, പിന്നെ പറയാം. എന്നാലും ഞാൻ ജോർജ്. എവിടെ? പെരുന്നാട്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെറ്റർ. എന്ത് ചെയ്യുന്നു? ബാംഗ്ലൂർ എയർപോർട്ടിൽ. ശരി. എന്റെ ജിജോ ലാൻഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഞാൻ എക്സ് ഗൾഫ. സുരേഷ്. CPI CPM ലോക്കൽ സെക്രട്ടറിയാണ്. CPM ലോക്കൽ സെക്രട്ടറി. പേര് സലീം ഇല്ലേ? സലീം. അകത്തു ചെന്നാൽ സ്വപ്നലോകമാണോ അളിയ. നമ്മുടെ ഷാപ്പുകളിൽ പല കുപ്പികൾ ഉണ്ടളിയ. ഉറക്കം വരാനും മയക്കം വരാനും പറ്റിയ സാധനമാണളിയ. മദ്യപാനമാണോ മനസ്സിനൊരാനന്ദോ. അകത്തു ചെന്നാൽ സ്വർഗലോകമാണോ സ്വപ്നലോകമാണോ. അവൻ വരുന്ന നാളിൽ അവൻ എന്റെ കരം പിടിച്ച് എന്നെ
എനിക്കില്ലേലെന്താ എന്റെ ഭർത്താവ് ഗൾഫിലല്ലേ നിനക്കുണ്ടേലെന്താ നിനക്കുണ്ടേലെന്താ നിന്റെ ഭർത്താവ് നാട്ടിലല്ലേ ദൈവമേ 1 2 3 സ്റ്റോപ്പ് മക്കളെ അടുത്തതായി ദേശീയ പതാക മുകളിൽ പച്ച മുകളിൽ കുങ്കുമം സത്യവും ത്യാഗസന്നദ്ധതയും അടിയിൽ പച്ച അടിയിൽ പച്ച സത്യശ്യാമള ഭാരത ഭൂമി നടുക്ക് വെള്ള അതാരാ നമ്മളാ നടുക്ക് വെള്ളയെ അശോക സ്തംഭം അധികാരം അശോക സ്തംഭം ശോകത്തെ ശമിപ്പിക്കുന്നത് അശോക സ്തംഭം ശോകത്തെ ശമിപ്പിക്കുന്നത് ഇനി പച്ചയായാലും വെള്ളയായാലും വെള്ളം അറുനൂറ് പറയന്മാരാറു നീന്തി കടന്നപ്പോൾ അതിലൊരു വറി എന്റെ വറി കണ്ടില്ല നീന്തി കടന്നപ്പോൾ അതിലൊരു വറി എന്റെ വറി കണ്ടില്ല തൊട്ടൊഴിഞ്ഞ ജാഗോരാതി പക്ഷിയുടെ കോലാഹലം കേട്ടുകൊണ്ട് ബഹിർഗമിക്കേ 16,008 ഭാര്യമാരുള്ളൊരു കൃഷ്ണൻ ഭാവമാം കൂജേലന്റെ തുടയ്ക്കു വെച്ച് തൊട്ടൊഴിഞ്ഞ ജാഗോരാതി പക്ഷിയുടെ കോലാഹലം കേട്ടുകൊണ്ട് ബഹിർഗമിക്കേ ബാക്കിയൊക്കെ പണ്ണം വരികളെല്ലാം മറക്കും താളത്തിൽ പാട്ടി ഒന്നാനാം കൂറ്റിൽ ആഞ്ഞു കള്ളി എന്നിട്ടു വാക്കുന്ന കേറിയില്ല അത്രയും പറഞ്ഞു ഒരു ചേട്ടാ ഷട്ടി ഞാൻ ഊരിയില്ല നിലാവുള്ള രാത്രിയിൽ ഇളം കുണ്ണ കണ്ടപ്പോൾ സ്ഥിരം പണ്ണുകാരനെ മറന്നുപോയോ എല്ലാം ക്രിസ്ത്യാനികളാ ശോശ എന്ത് മയിലടപാടാണ് അഞ്ചാടി മരത്തിൻ കീഴ് പാഞ്ചാലി മലർന്ന് കിടന്നു പൂഞ്ചേല മല്ലി പൂമൻ ഞങ്ങള് പോയപ്പോ പുറകാലെ നിന്നൊരു കോള് കിട്ടി തന്നെന്ന താനെന്ന തന്നാനെ താനെന്ന താനെന്ന തന്നാനെ അത് വേണ്ട ഭയങ്കര ഭയങ്കര തെറിയാ ചൊല്ലാൻ വയ്യ ഭയങ്കര തെറിയാണ് തെറിയോട് തെറി തെറിയോ പന്തളത്തു നിന്നൊരു വണ്ടി പുലർകാലെ പുറപ്പെട്ട് പത്തനംതിട്ടയിൽ നിന്ന് വാഗമണ്ണക്ക് കൈപ്പട്ടൂർ വന്നു വണ്ടി അവിടെ നിന്നു രണ്ടുപേർ
പത്തനംതിട്ട വന്നപ്പോൾ 8 പേർ മാത്രം. പാടശേരക്കരെ വന്നു കള്ളും വെള്ളവും വാങ്ങി അവിടുന്ന് കുടി തുടങ്ങി കള്ളു കൂടി തുടങ്ങി എന്നിട്ടും ഇതുവരെ വണ്ണത്തില്ല. നാരായണം ഭജേ നാരായണം നാരായണം ലക്ഷ്മി നാരായണം മനു സാറിനും നാരായണം പിന്നെ സാറിന്റെ ക്യാമറയ്ക്കും നാരായണം. നാരായണം ഭജേ നാരായണം ഭദ്രേ നാരായണം ലക്ഷ്മി നാരായണം കോശി സാറിനും നാരായണം പിന്നെ സാറിന്റെ നിക്കറിനും നാരായണം. നാരായണം ഭജേ നാരായണം ഭദ്രേ നാരായണം നാരായണം സുജിത് സാറിനും നാരായണം പിന്നെ സാറിന്റെ തെറിക്കും നാരായണം. നാരായണം ഭദ്രേ നാരായണം ലക്ഷ്മി സാറിന്റെ തോത്തിനും നാരായണം. നാരായണം ഭദ്രേ നാരായണം ലക്ഷ്മി നാരായണം. നാരായണം പിന്നെ സാറിന്റെ ഗ്ലാസിനും നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. പത്മകുമാർ സാറിനും നാരായണം പിന്നെ സാറിന്റെ ബിയറിനും നാരായണം. നാരായണം മഹേഷ് സാറിനും നാരായണം പിന്നെ സാറിന്റെ ഗോൾഡിനും നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. വാങ്ങണേ ഞങ്ങൾ വക്കീലന്മാരൊക്കെ കുറച്ച് പേരെല്ലാം കൂടി ഇങ്ങനെ ഒരു യാത്രയിലാണ്. എന്നാൽ സാറേ കാണാം 14-ാം തീയതി കാണാം. പിന്നെ ജോൺ ഡേ. ഓക്കെ എന്തോന്ന് നിങ്ങൾക്ക് വേണ്ട എണ്ണ തലയിൽ ഈ ജാതകത്തിന് പറഞ്ഞത് തെറി വിളിക്കരുത്. അവൻ എന്നെ 1-2 പ്രാവശ്യം ചീത്ത വിളിച്ചു. വളരെ അപഖ്യാതിപരമായിട്ട് എന്നോട് സംസാരിച്ചു. ആര് പറഞ്ഞു? കിരൺ. ഏത് കിരൺ? അഡ്വക്കേറ്റ് കിരൺ സാർ. എന്താ പറഞ്ഞു? എന്റെ സീനിയറാണ്. എന്താ പറഞ്ഞു? അണ്ണാ എന്റെ കൊച്ചെന്നോടൊന്നും പറഞ്ഞില്ല. താങ്കൾ എവിടെ പോയാണ്? ഞാൻ അന്ധകാരത്തിന്റെ അഗാധ നീലിമയിലേക്കൊന്ന് ഊളിയിടാൻ പോവാ. അണ്ണ മാണ്ട മഹേഷണ്ണ നീ വരുമോ എന്റെ കൂടെ? എടാ ഇയാളെ റെക്കോർഡ് ചെയ്തേക്കോ. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഞാൻ ആര് ഞാൻ വരില്ല. ആത്മഹത്യയുടെ ഈ മുനമ്പിലേക്ക് ഞാൻ വരില്ല. ഞങ്ങൾ വരില്ല. അയ്യ നമ്മൾ ജാവാൻ നിൽക്കുക. ഞാൻ ചീത്ത പറയുന്നില്ല. ഇനി പറയാം. ഹലോ കേൾക്കുന്നുണ്ടല്ലോ? ഹലോ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. പ്രകൃതിയുടെ ഏറ്റവും അവിടുന്ന് ആകാശം വരുന്നു. തോടും അവിടുന്ന് ആകാശം.
ആകാശം കണ്ടോ? നമ്മൾ ഒത്തിരി ആകാശത്തിന് മേലെ കയറി. കേട്ടോ, ഇതാണ് ആകാശം. ആകാശം എന്ന് പറഞ്ഞ പരുന്നിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ ആകാശം മനുഷ്യരുടെ താഴെ. നമ്മൾ എവിടെ ഇതിന് അപ്പുറത്തായിട്ട് ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. ആ ഹിൽ സ്റ്റേഷനുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാറിന്റെ പേരെന്താ? എന്റെ പേര് മമ്മൂട്ടി. മമ്മൂട്ടി. കാഴ്ചക്ക് ഓടത്തണ്ടി എന്റെ ഒരു വോട്ടർ എന്റെ ഒരു ഫോട്ടം പിടിയാ പോത്തെന്ന് നല്ല ഭാഷ പറഞ്ഞാലേ അങ്ങനെ ഒരു കാര്യം പേടിക്കണ്ട. ഞാൻ ഒരു പാട്ടും കറി പറയാം. പേരിൽ മാറ്റും. പേരിൽ പെണ്ണിൽ മാറ്റും. എങ്ങനെയുണ്ട്? 12 സാർ. താങ്കളുടെ പേര്? അടിക്കൊരു കിരൺ. പേര് എന്താണ്? വെറും കിരണാണോ? കിരണാർ. താങ്കൾ അഡ്വക്കേറ്റ് ആണോ? അതെ. താങ്കൾ എത്ര വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നത്? തവളാച്ചി മറിയം വന്ന് വിളക്കൂതി എത്ര വർഷമായി പ്രാക്ടീസ്? ഞാൻ ഇന്റർവ്യൂ പടം പിടിക്കും. താങ്കൾ താങ്കൾ ഏത് സാഹചര്യത്തിലാണ് താങ്കൾ ഇവിടെ വന്നത്? വളരെ വൃത്തിയായിട്ടൊരു സാഹചര്യത്തിലാണ്. തീർച്ചയായും ആ വൃത്തികെട്ട സാഹചര്യം ഉണ്ടാവുന്ന അവസ്ഥ താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? ഒന്നുകൂടെ പറയാം. ആ വൃത്തികെട്ട സാഹചര്യം ഉണ്ടാകാനുള്ള അവസ്ഥ താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? ആ വൃത്തികെട്ട സാഹചര്യം ഉണ്ടായ അവസ്ഥ താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാമെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ചോദിക്കണം. അതല്ല ഞാൻ ചോദിക്കാം. ആ വൃത്തികെട്ട സാഹചര്യം താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, ഇനി ഞാൻ വിശദീകരിച്ചോട്ടെ. ഒരു വൃത്തിയേട്ടന്മാരുടെ കൂടെ ഇറങ്ങി തിരിച്ചു. ഭയങ്കരമായ കഷ്ടപ്പാടിലൂടെയും ദുരിതത്തിലൂടെയും ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പൊ ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിലിരിക്കുകയാണ്. താങ്കളെ ആരെങ്കിലും നിർബന്ധിച്ചാണോ ഈ പരിപാടിക്ക്? 26, 27, 28 തീയതിയിൽ ഒരു പരിപാടി ഉണ്ടെന്ന് ഒരുത്തം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു ഇന്നത്ര തീയതി. ഇന്ന് തീയതി പോലും അറിയാതെ താങ്കൾ എന്തുകൊണ്ടാണ് ഇറങ്ങി വന്നത്? താങ്കൾക്ക് വീട്ടിൽ അത്രയും പോലും ഉത്തരവാദിത്വം ഇല്ലാതെ കുറവാ. കുടുംബത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ താങ്കൾ ഇറങ്ങി വന്നേക്കാണ്. അതെ അതെ. ഇപ്പൊ ആര് വിളിച്ചാലും ഏത് പരിപാടിക്കും വരാനായിട്ട് താങ്കൾ റെഡിയാണ്. ഒരു വൃത്തിയായിട്ട് ഒരുത്തരെ വിശ്വസിച്ചു പോയി. വിശ്വസിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ. താങ്കൾക്ക് ആര് വിളിച്ചാലും താങ്കൾ ഏത് വഴിക്കും പോകുന്ന ഒരവസ്ഥയിലാണ്. ഒരുത്തരെ വിശ്വസിച്ചു പോയി. വിശ്വസിച്ചത് നിങ്ങളുടെ കാര്യം. താങ്കൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആര് വിളിച്ചാലും നിങ്ങൾ വരുന്ന രീതിയിലാണ്. ഒരുത്തരെ വിശ്വസിച്ചു പോയി. ആരെയാണെന്ന് വ്യക്തമാണ്. ആരെയാണ് നിങ്ങൾ വിശ്വസിച്ചത്? അടൂർ കപിൽ വീശി. അഡ്വക്കേറ്റ് കപിൽ വീശി എന്ത് പറഞ്ഞു? വീശിയാലും വീശി ഇല്ലെങ്കിലും താങ്കൾ എന്ത് ചെയ്യുമോ? ഇല്ല എന്തായാലും. പക്ഷെ അവരെ വിശ്വസിച്ച് പോയി ഒരു പരിപാടി ഇറങ്ങി തിരിച്ചുപോയി. അതുകൊണ്ട് താങ്കൾ ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും പറഞ്ഞോ താങ്കൾക്ക് തിരിച്ചു താങ്കളുടെ വീട്ടിൽ പോകണമെന്ന് താങ്കൾ പറഞ്ഞു? ഇല്ല. എന്താ പറയാ? ഊരില്ലായിരുന്നു. വീട്ടിൽ പോറാ ചേട്ടെ. കപിൽ വീശിയ ഒരുപേര് അടക്കെടുത്തു. കപിൽ വീശി ഉണ്ടാക്കരുത്. നീ പരിപാടി ഇങ്ങോട്ട് ഉണ്ടാക്കിട്ടു അത് അവിടൊക്കെ പോവാടേ. അതെ ചത്തുപോയ അപ്പൂ വിളിച്ചിട്ട് പോയാ ഇവനെ കൊണ്ടു പറയത്തുള്ളൂ. അത് ഉള്ള കാര്യമാണ്. താങ്കള് പത്തനംതിട്ട കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. അതെ അതെ. ക്രോസ് എക്സാമിനേഷൻ. താങ്കള് പിന്നെ ഏതൊക്കെ കേസുകളൊക്കെ കൈകാര്യം ചെയ്യാറുണ്ട്? ഞാൻ പല കേസുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് ഞാൻ ഏതൊക്കെ കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത് താങ്കൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കും. താങ്കള് ക്രിമിനൽ കേസുകൾ കൈകാര്യം? തീർച്ചയായും. എന്തൊക്കെ കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്? ക്രിമിനൽ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട്. സിവിൽ കേസുകളാണ്. ക്രിമിനൽ കേസുകളിലെ ഏതൊക്കെയാണ് പിന്നെ ഒഫൻസസ് ഒക്കെ ഏതൊക്കെ കേസുകളൊക്കെ വിസ്തരിക്കാറുണ്ട്? തീർച്ചയായും.
അതിനെ പിന്നെ 302 വരെയുള്ള കേസിൽ തീർച്ചയായിട്ടും ഏത് 302 ആണ് വിശ്വസിച്ചത്? 302 ഞങ്ങളുടെ അയലോകത്ത് ഒരു മരണം നടന്നു. മുരുകന്റെ മരണത്തിന്റെ കേസ് ഞാനാണ് വിസ്തരിച്ചത്. മുരുകനെ കൊന്നത് ആൾക്കാരാണെന്ന് വ്യക്തികളാണെന്നുള്ള കേസുകൾ വന്നു. മരണം നടന്ന കേസാണോ കൊലപാതകമാണോ? അത് കൊലപാതകമാണോ മരണമാണോ വിസ്തരിച്ച ശേഷം കോടതി തീരുമാനിക്കേണ്ട കാര്യം. അല്ല, ഈ മരണം നടന്ന ഈ കേസ് എന്ത് ഒഫൻസിനാണ് കേസ് എടുത്തത്? പോലീസുകാർ കേസെടുത്തത് 268 പ്രകാരം മരണത്തിന്. വെറും വളർത്തുമൃഗത്തിനെ കൊന്നതിന്. മുരുകൻ മുരുകൻ ഒരു പട്ടിയായിരുന്നു. പിന്നെ വാദിയും പ്രതിയും നമ്മൾ വിസ്തരിച്ചു, എതിർഭാഗത്തിനെ വിസ്തരിച്ചു. കൊലക്കേസിൽ ബാധിയായിരുന്നു വാദി മനോഹരൻ പിള്ള കൊലക്കേസ് ബാധി ഉണ്ടായിരുന്നു. അതില് ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു. ആ കൊലക്കേസിൽ ഐ വിറ്റ്നസ് വാദി എന്നുള്ള ആൾ ആരാന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. സോമശേഖരൻ പിള്ള വിളക്കേട്ട് ഭവനം സോമശേഖരൻ പിള്ളയായിരുന്നു ആ കേസിൽ വാദി. ആ കേസ് അവസാനം ബഹുമാനപ്പെട്ട നമ്പർ മജിസ്ട്രേറ്റ് കോടതി അത് അദാലത്തിലേക്ക് വിട്ടു. അദാലത്തിലേക്ക് വിട്ടപ്പോൾ ആ കൊലയുടെ പൈസ ആയിട്ടുള്ള 325 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ആ കേസ് കൊലയുടെ പൈസ വാഴക്കൊലയുടെ പൈസ 325 രൂപ കൊടുത്താൽ മതി, കൊടുത്താൽ ആ കേസ് തീരുമെന്ന് പറഞ്ഞു. ആ കേസ് അത് കൊടുത്തു. നെന്തർക്കായിരുന്നു അതിനകത്ത് കൊല വന്നത്. അതാണെന്നുള്ള കാര്യം അത് പലരും പറയുന്നുണ്ട്. ഞാനിതുവരെ അത് എനിക്ക് താങ്കളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾ പല കേസുകളിലും അകത്ത് കിടന്നിട്ടുള്ള വ്യക്തിയാണല്ലോ. അപ്പം താങ്കൾ ഈ താങ്കൾ ചെയ്തു എന്ന് പറയുന്ന പ്രവൃത്തികളൊക്കെ താങ്കൾ തന്നെ ചെയ്തതാണോ? അതെ, താങ്കൾ തന്നെ ചെയ്തതാണ്. പിടിച്ചോളെ, നമുക്ക് കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് താങ്കൾ തന്നെ ചെയ്തതാണ്. അപ്പം താങ്കൾ എന്റെ വീഡിയോ ക്യാമറയില്ല കൺഫെഷൻ ജപ്പാത്തിൽ നടക്കാതെ. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ തന്നെ താങ്കൾ പല കേസുകളിലും പ്രതിയാണ്. താങ്കൾ ഒരു 302 കേസിലും 302ലും 308 കേസിലും പ്രതിയായിരുന്നു. എനിക്ക് ഒരു 10-28 കേസ് ചെയ്യാൻ പറ്റും. പ്രതിയായിരുന്നു എന്ന് ചോദിച്ചുള്ളൂ, അല്ല നിങ്ങളോട് വേറെ ഒന്നും ചോദിച്ചില്ല. ആ കേസുകളിലൊക്കെ താങ്കൾ കോടതിയെ സ്വാധീനിച്ച് അഭിഭാഷക സമൂഹത്തെ സ്വാധീനിച്ച് നിങ്ങൾ വെറുതെ വിട്ടുപോയി. അങ്ങനെയൊന്നുമല്ല ആ കേസുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ എന്ത് കേസ് ചെയ്താലും ആ കേസിലൊക്കെ നിങ്ങളെ വെറുതെ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ഏത് കേസ് ചെയ്താലും നിങ്ങളെ കോടതി വെറുതെ വിടുമെന്നൊരു അഹംഭാവം ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെയും ക്രൈമുകൾ കമ്മിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ 376 കേസുകൾ പ്രതിയായിട്ടുണ്ട്? ഇല്ല. നിങ്ങളെ കൊണ്ട് പ്രതിയായിട്ടില്ലെന്ന് പറഞ്ഞാൽ 377 ഉള്ളൂ. അത് അഡ്വക്കേറ്റ് ജോർജ് സാറേ നിർത്ത്. ഞാനൊന്ന് ചോദിക്കട്ടെ, 376 കേസുകൾ നിങ്ങൾ പ്രതിയായിട്ടില്ല? ഇല്ല. 376 അട്രാക്ട് ചെയ്യുന്ന കേസുകളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? ഞാൻ കേസ് നടത്തിയിട്ടുണ്ടോന്നല്ല ചോദിച്ചത്, നിങ്ങൾ അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവില്ല. എങ്ങനെ 376 നടത്താൻ? 376 കേസുകളിൽ വരാവുന്ന കേസുകളിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് എന്നുള്ള പല കേസുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ല ചോദ്യം, അതല്ല. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ? എന്താ ഞാൻ 376 ചെയ്യാനോ? ഇല്ല, കഴിവില്ല. നിങ്ങൾക്ക് ഒരു ശാരീരികമായി ബന്ധപ്പെടാനുള്ള കഴിവില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ല, എനിക്ക് ഒരു ബലാത്സംഗം ചെയ്യുന്നുള്ള കഴിവില്ല. ബലാത്സംഗത്തിന്റെ കാര്യമല്ല, ഒരു ഇമ്മോറലാണ്. അതുകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല. ഇമ്മോറൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള താല്പര്യമുണ്ടോ? ഇല്ല, താല്പര്യമില്ല. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് മാത്രമേ ഞാൻ ഭാര്യയുമായി മാത്രമേ. ബാക്കിയുള്ള വേറെ ഒരു പാവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ വരുമ്പോൾ വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നു? വടക്കാനാന്ന് പറയണ്ട. നിങ്ങൾ ചോദിക്കുന്നത് പറയും. നിങ്ങളെ ചോദ്യകർത്താവ് തന്നെ പരാജയപ്പെടുന്ന ഒരു അവസരം പറ്റില്ല. യാതൊരു ബന്ധമില്ല. എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. നിങ്ങളൊരു ബീയിങ് എ ക്രിമിനൽ അഡ്വക്കേറ്റ്, നിങ്ങൾക്ക് ഒരു കഴിവില്ലേ? നിങ്ങളുമായിട്ട് പല
സ്ത്രീകളും ഇവരാണോ അവിടെ ഒന്നും അല്ല എടുക്കുന്നത്, ഞാൻ വേറെ അതിനുള്ള കഴിവില്ലേ? എന്തുവാടാ അല്ല ഞാൻ ഭാര്യയല്ല ഷൂട്ട് ചെയ്യണം. ഇവര് ഷൂട്ട് ചെയ്യുന്നേ കപ്പലിൽ പോകുന്നുണ്ട്. എടാ ഇത് പറഞ്ഞ് പക്ഷേ വേറെ ഉണ്ട് നമ്മുടെ അങ്ങനെ അണ്ണ ഒന്ന് ഡൈവേർട്ട് ചെയ്ത ജോർജ് സാറ് അദ്ദേഹം ഭാര്യയല്ല വല്ലതുമായിട്ട് ബന്ധപ്പെട്ട നീ പോടാ, നീ പറയാ. ചോദിക്കാം. നമുക്ക് ശ്രീ അഡ്വക്കേറ്റ് കെ ജെ മനുവിന്റെ അഭിപ്രായ പ്രകാരം നമ്മളിപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ജോർജ് കോശി. അദ്ദേഹം പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റാണ്. പല കാര്യങ്ങളിലും പ്രമുഖനാണ്. 10 വർഷത്തോളം ഞാൻ ഭാര്യയല്ലാതെ പലരുമായിട്ടും 10 വർഷത്തോളം അദ്ദേഹം ഞാൻ ഭാര്യയല്ലാതെ പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഭാര്യയുമല്ലാതെ എന്താ നീ ചുമ്മാ മിടുക്കനാന്നല്ലോ. ഭാര്യയല്ലാതെ പലരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നു. അല്ല എന്താ ബന്ധമാണെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് അതിന്റെ കാര്യമില്ല. ഞങ്ങൾ അത്രയും അറിയാം. അങ്ങനെ ഒരു വേഗമായ ഒരു ചോദ്യം ചോദിച്ചിട്ട് അല്ല, തീർന്നു. ഞങ്ങളവിടെ നിർത്തി. ആ പരിപാടി നമുക്ക് ആവശ്യമുള്ള ചോദ്യം അത് ഉത്തരവ് കിട്ടി. ഞങ്ങൾ നിർത്തി. അതാ നല്ല ക്രിമിനൽ അവിടെ വെച്ച് തീർന്നു. ഒറ്റ ക്രോസ് പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലരുമായിട്ട് തീർന്നു. എന്താ ബന്ധമാണെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. ഞങ്ങളതൊന്നും ചോദിച്ചില്ലല്ലോ. നീ ഇടച്ചേട്ട് മാറതേണ്ടി പിടിച്ചോ. ഭാര്യയല്ലാതെ പലരുമായിട്ട് ബന്ധപ്പെട്ടു. ക്ലോസപ്പ് എടുത്തോ. ഭയങ്കര ഇന്ദിരാഗാന്ധിയുമായിട്ട് കട്ടി സാറ് അതിനകത്ത് ഡിഫൻസ് കൊണ്ട് വരിക. പലരുമായിട്ട് കട്ട് ചെയ്ത് മറ്റേ ഏറ്റവും വലിയൊരു ആഭാസനായ പക്ഷേ ഒരു പെൺകുട്ടി പോലും ഇന്ന് വരെ ഞാൻ ആഭാസനാന്ന് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹവുമായി ബന്ധപ്പെടുന്നതിന് താല്പര്യം കൂടുതൽ കാണിച്ചിട്ടുള്ളത് ഈ മനുഷ്യൻ ആഭാസനാന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇവൻ പലതും എഡിറ്റ് ചെയ്ത് 376 ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുന്നുണ്ടോ? താങ്കൾ ഇവര് പറഞ്ഞ ആരോപണം ശരിയാണ്. പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞ എന്താ ആരോപണം എന്താ അറിയാം? ആരോപണം പുള്ളി പറഞ്ഞില്ലല്ലോ. അതേ ഒരു നല്ല മനുഷ്യനാണ്. നിങ്ങൾ ആരോപണം പറഞ്ഞു, അവര് പറഞ്ഞൊന്നുമില്ല. പത്തനംതിട്ട ബാറിന് ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾക്ക് എന്നും ഒരു അഭിമാനമാണ്. ഞാൻ കുറ്റമൊന്നും പറയാനില്ല. ഫോണിൽ വേറെ പള്ളിക്കൂടം വേറെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചോട്ടെ. നിങ്ങള് ഈ പരസ്ത്രീകരണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലെന്ന് ഈ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതൊരു കാര്യം ചെയ്യാം. അത് പറയേണ്ട കാര്യമില്ല. അതെ, ഭാര്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? കാര്യങ്ങളല്ല അല്ല സ്വകാര്യ കാര്യങ്ങൾ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നാ പുള്ളി ആവശ്യപ്പെടുന്നു. പറഞ്ഞില്ല. അത് നാട്ടുകാർ പറയുന്ന കാര്യമാണ്. ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു ചോദിക്കുന്ന കാര്യം നിങ്ങൾ ചോദിക്കുന്നതിന്റെ മര്യാദ താങ്കളോട് ഞാൻ ചോദിക്കും. താങ്കൾ ഈ ടൂറിന് വന്നെന്തിനാ? ടൂറിന് വന്നത് എന്റെ സുഹൃത്തുക്കൾക്ക് ഒരു കമ്പനി, അത്രേ ഉള്ളൂ. പിന്നെ മനു എന്തെങ്കിലും അത്രേ ഉള്ളൂ. എന്റെ സുഹൃത്തുക്കൾ അവരെ ആവശ്യപ്പെടുന്നു എന്റെ കമ്പനി വേണം, ഞാൻ വന്നു. എപ്പോഴാടാ നമ്മൾ ഈ ചതി ചെയ്തത്? നീ ഒരു കാര്യം, നിന്റെ പേരെന്തുവാ? ഇവൻ ആരാ? നീ ആരാ? എവിടെ വന്നു? നീ ആരാ? എന്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ പത്തനംതിട്ട ബാറിലെ ഒരു അഡ്വക്കേറ്റ്. വീട് എവിടെ? എന്റെ വീട് വീക്കോട്ടയത്താണ്. അച്ഛന്റെ പേരെന്തോ? അച്ഛന്റെ പേര് സുധീർ നായർ എന്നാണ്. അച്ഛന് കോളേജ് അധ്യാപകൻ ആയിരുന്നു. അമ്മ അമ്മ വീട്ട് ഹൗസ് വൈഫ്. നിങ്ങൾ എത്ര മക്കളാണ്? 2 പേരാണ്. നിങ്ങൾ രണ്ടുപേരും തന്റെ ഇളയ ആരാ? എന്റെ മൂത്താണോ? അയാൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എവിടെയാണ്? അമേരിക്കയിലാണ്. താങ്കൾ ഭയങ്കര തികഞ്ഞ മദ്യപാനിയാണെന്നത് ശരിയാണ്? അത് ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന ഒരു കുഴപ്പമാണ്. കാരണം ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ. മാത്രമല്ല ഇന്റർവ്യൂ എടുക്കുന്ന ആള് എന്റെ നാട്ടുകാരനാണ്, സ്വന്തം ആളാണ്. എനിക്ക് വളരെ കാലത്തെ പരിചയമുണ്ട്. അഡ്വക്കേറ്റ് മനു എന്നാണ് പേര് ഇന്റർവ്യൂ എടുക്കുന്ന ആളുടെ. തികഞ്ഞ മദ്യപാനെന്ന് ഞാൻ പറയാറില്ല. പറയാൻ എനിക്ക് തികഞ്ഞ ഒരു മദ്യപാനിയാണെന്ന് ഞാൻ പറയുന്നതിനോട് ശ്രമിക്കുന്നില്ല. പക്ഷെങ്കിൽ
അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ, ദൈവത്തിന് പോലും അറിയത്തില്ല. അദ്ദേഹം ഒരു വലിയ ക്രിമിനലാണ് എന്ന് പറയാനും അദ്ദേഹം ഫോണും ഞാൻ പറയത്തില്ല. ഈ സാധനം തരാം, എനിക്ക് 1-2 പേരെ ഇന്റർവ്യൂ ചെയ്യാനുണ്ട്. അല്ല താങ്കൾ അവിടെ നിൽക്കട്ടെ, ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ എനിക്ക് 1-2 പേരോട് ഇത് റെക്കോർഡിംഗ് അല്ലേ? നീ എവിടെയൊക്കെ ഞങ്ങൾക്ക് താങ്കളുടെ പേര്? കിരൺ. താങ്കളൊരു അഡ്വക്കേറ്റ് ആണ് അല്ലേ? അല്ലേ? ഫോക്കസ് ചെയ്തേ. താങ്കൾ ഒരു അഡ്വക്കേറ്റ് അല്ലേ? താങ്കൾ ഏത് ബാറിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? പത്തനംതിട്ട ബാറിൽ താങ്കളുടെ ഒരു കൊളീഗായിട്ടുള്ള അഡ്വക്കേറ്റ് KJ മനു എന്ന് പറയുന്ന വ്യക്തിയെ താങ്കൾക്ക് അറിയാമോ? അദ്ദേഹത്തെ കുറിച്ച് താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? അറിയാവുന്ന അഭിപ്രായം പൊതുസമൂഹത്തിൽ പറയാൻ കൊള്ളുന്നില്ല. അതാണ് നമുക്ക് അത് പൊതുസമൂഹത്തിൽ പറയാൻ കൊള്ളാത്ത എന്തൊക്കെ കാര്യങ്ങൾ താങ്കൾ അറിയാലോ. ആദ്യമേ പറഞ്ഞല്ലോ, ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് കാര്യങ്ങൾ പറയാൻ താങ്കൾക്ക് താല്പര്യം. വളരെ മോശക്കാരനാണ് അദ്ദേഹം അല്ലേ? അദ്ദേഹം അടിപിടിയും വഴക്കുമല്ല, അടിപിടിയൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ സാധാരണപരമായ കാര്യങ്ങളിൽ നടക്കാവുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ പറയാൻ കൊള്ളാത്ത പല പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. നിർഭാഗ്യമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അഭിഭാഷക സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണോ അദ്ദേഹം? തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. അല്ല, അത് ഒരു ബാർ അസോസിയേഷനെ പോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ താങ്കൾക്ക് തീർച്ചയായും അഡ്വക്കേറ്റ് KJ മനു എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് താങ്കൾക്ക് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. അത് പറയേണ്ട വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെയുള്ള തീരുമാനം അതൊക്കെ ബന്ധപ്പെട്ട വ്യക്തികൾ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. താങ്കളുടെ അഭിപ്രായത്തിന് നന്ദിയുണ്ട്. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് അഡ്വക്കേറ്റ് സുജിത്ത് എന്നാണ്. സുജിത്ത്, താങ്കൾ ഈ KJ മനു എന്ന് പറയുന്ന അഭിഭാഷകനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അദ്ദേഹവുമായിട്ട് എനിക്ക് വളരെയധികം അടുത്ത ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് ഈ കുറെ അലിഗേഷൻസ് ഉണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പല അലിഗേഷൻസും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നെങ്കിൽ അത് വളരെ നിർഭാഗ്യപരമാണ്. മാത്രമല്ല, അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളോട് അദ്ദേഹത്തിന്റെ പേരിൽ പരിധിക്കണം. ഇത് താങ്കൾ അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം താങ്കളുടെ വീട് എവിടെയാണ്? ഞാനും അദ്ദേഹവും ഒക്കെ വളരെ കാലത്തെ പരിചയമുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓഫീസും എന്റെ ഓഫീസും ഒക്കെ വളരെ അടുത്താണ്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് താങ്കൾ ഇപ്രകാരം സംസാരിക്കുന്നു. അങ്ങനെയല്ല. ഇവിടെ പല വൃത്തികേടും ചെയ്യുന്ന പലരുടെയും പേരുകൾ മുമ്പോട്ട് വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് വൃത്തികേടുകൾ പേരുകൾ മുമ്പോട്ട് വന്നിട്ടില്ലെന്നുള്ള കാര്യം ഇവിടെ നിൽക്കട്ടെ. വൃത്തികേട് ചെയ്ത ഒരാളുടെ പേര് മുമ്പോട്ട് വന്നു, നിങ്ങൾ അതിന് നിങ്ങൾ അനുകൂലിക്കുന്നു, പ്രതികൂലിക്കുന്നു. ഇവനെന്താ ഈ പാർക്കിലേക്ക് വിട്ടിട്ട് പോയി? വേറെ വണ്ടി കയറല്ലേ? ആരും കൊണ്ടുപോകും. നമ്മുടെ വണ്ടിയുടെ കളറുണ്ടോ? I am from Lord Ayyappa's own country.